ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു ഗെയിം ഓട്ടാണ്. നമ്മൾ കഴിഞ്ഞ വട്ടമെല്ലാം ഫ്രീ ഫയറിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് വെറൈറ്റി പിടിച്ചേക്കുവാണ്. ഇനി തൊട്ട് നമ്മൾ പല ഗെയിമും കളിക്കുന്നതാണ്. പല വെറൈറ്റി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അടിച്ചാൽ മതി. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ടീറക്സ് ദ വേൾഡ് എന്ന് പറയുന്ന ഗെയിമാണ്. നമ്മൾ ജുറാസിക് പാർക്കിൻ്റെ ആ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വന്ന ഇതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഗെയിം കണ്ട് മനസ്സിലാക്കണം ഗൈസ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കളിച്ചത് ഏറ്റവും മികച്ച ഗെയിമാണ് ഗൈസ്. ബെസ്റ്റ് ഗെയിം. നമുക്കിതിനകത്ത് എല്ലാം പറ്റും. എല്ലാവരും അറ്റാക്ക് ചെയ്യാനും അങ്ങനെ എല്ലാം പറ്റും. കറക്റ്റ് ഒരു ഒറിജിനാലിറ്റി ഫീലാണ് ഗൈസ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് പോവാം. അതാണ് ഗൈസ്, ഇതാണ് നമ്മുടെ പെറ്റല്ല, നമ്മുടെ ഒരു പെറ്റെങ്കിൽ പെറ്റ്. അതാണ് ഗൈസ് നമ്മുടെ. നമുക്കെല്ലാം ചെയ്യാം. അതിനകത്ത് വെള്ളം കുടിപ്പിക്കാം, അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യിപ്പിക്കാം, എല്ലാം നടക്കും ഗൈസ്. പക്ഷേ ഈ നൈസാണ്, നിങ്ങൾ കാണുന്നൂട്ടല്ല നടക്കേണ്ട ഗൈസ്. കിടിലൻ ഗ്രാഫിക്സ് ആണ് ഗൈസ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലോട്ട് പോയി കാണാം. ഗൈസ്, നമ്മൾ എത്ര അടിച്ചിട്ടും അവൻ ചാവുന്നില്ല. ഇപ്പം നമുക്കൊരു അടി കിട്ടും ഗൈസ്. നമ്മളെ പിന്നിൽ കൂടെ കുറേ ആൾക്കാർ നമ്മളെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട് ഗൈസ്. ഇതോ ചെയ്യാനാന്ന് പറ ഗൈസ്. ഇപ്പം നമുക്ക് കണ്ട് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്യാനാ ഗൈസ്. നമ്മളിപ്പോൾ കുറേമാർ വളയാൻ ചാൻസ് ഉണ്ട്. നമ്മളെങ്ങനെയാണ്ടൊക്കെ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവനെങ്ങനെയും ഫിനിഷ് ചെയ്യണം ഗൈസ്. ഗൈസ്, പണി പാളിയും തോന്നുന്നു. ഉമ്മാരെല്ലാം നമ്മുടെ പുറകെ വെച്ച് പിടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കിട്ടി പണി കിട്ടി. ഒരുത്തനെ കൊല്ലാൻ പോയി ഇപ്പൊ ഇങ്ങോട്ട് കിട്ടുവാണല്ലോ ഗൈസ്. ഒന്നും പറയല്ല, കിടിലൻ ഗെയിം. ഗൈസ്, അവനെ നമ്മളങ്ങനെ തീർത്ത് ഗൈസ്. അവനെ വെച്ചോണ്ട് നമ്മളപ്പുറം അവനെ തീർത്ത് ഗൈസ്. കുറെ കഷ്ടപ്പെട്ടെങ്കിലും ലാസ്റ്റ് അവനെ തീർത്ത് ഗൈസ്. ഒന്നും പറയില്ല ഗൈസ്, പക്ക റിഫ്ലക്ഷൻ. കിടിലൻ ഗെയിം. കറക്റ്റ് മഴയും അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഗൈസ്. കറക്റ്റ് നമ്മളൊരു ഒറിജിനൽ ഗെയിം PC കളിക്കുന്ന അതേ ഫീലാണ് ഗൈസ് നമുക്കിത് കളിക്കുമ്പോൾ. ഇത് ഞാൻ യാദർച്ഛികമായിട്ട് കണ്ട ഒരു ഗെയിമാണ് ഗൈസ്. കേട്ടുമ്പോൾ ഞാൻ ഇത്ര ഇത് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒന്നും പറയില്ല, നൈസ് ഗെയിം. ഈ ഗെയിം നിർമ്മിച്ച ആൾക്ക് നമുക്കൊരു 100ൽ ഒരു 90 മാർക്ക് കൊടുക്കാം ഗൈസ്. നിങ്ങൾ എത്ര കൊടുക്കുമെന്ന് കമൻറ്റിൽ പറയണം ഗൈസ്. ഒന്നും പറയില്ല, വെറൈറ്റി ഗെയിം. ഇതിനെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൈസ്. കിടിലായിട്ട് ഒരു 10-30 യൂട്യൂബേഴ്സെങ്കിലും ഇതിനെപ്പറ്റി വീഡിയോസ് ഇട്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. നമ്മളെ കുറേ പേര് വളയാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, നമ്മളെ ചിലപ്പോൾ കുറേ പേര് വളയാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നല്ല മഴയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഗൈസ്. അതിനെ പിടിക്കാൻ നല്ല റിസ്ക് ആണ് ഗൈസ്. അവസാനം നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യും ഗൈസ്. നല്ല അറ്റാക്ക് അത് തരുന്നത് നമുക്ക്. തീർത്ത് കളയും നമ്മൾ. എങ്ങനെയില്ല അതിനെ പിടിക്കണം. അതിനെ പിടിച്ചാലേ ഗൈസ് നമ്മുടെ കാര്യം നടക്കും. നമുക്ക് എന്നാലേ ജീവിക്കാൻ പറ്റൂ. തീർന്നു ഗൈസ്. തീർന്നു ഗൈസ്. നമ്മളിനി രണ്ടാമത്തെ ലൈഫിൽ വരും ഗൈസ്. അടുത്തതാണിത്. നമ്മൾ രണ്ടാമത് ജനിച്ച ഗൈസ്. നമ്മൾ അങ്ങനൊന്നും വിട്ടു കൊടുക്കത്തില്ല. നമ്മൾ വീണ്ടും വരും ഗൈസ്. നമുക്ക് പുനർജന്മമുണ്ട്. ഈ വട്ടം നമ്മൾ എല്ലാവരെയും പിടിക്കും ഗൈസ്. ഈ വട്ടം നമ്മൾ പിടിക്കാൻ നോക്കും ഗൈസ്. ഉറപ്പില്ല, നമുക്ക് പറ്റും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട് ഗൈസ്. ഈ കളി തുടങ്ങിയതേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിനകത്ത് ഓരോണത്തിനെയും പിടിക്കണം. ഗൈസ്, ടീറക്സിന് മുമ്പിൽ പെട്ടു ഗൈസ്. ടസാബോ ടീറക്സ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ആണ് ഗൈസ്, ആണ്.
ആ അഗ്നിപർവ്വതത്തിന്റെ മേളിൽ പോയി നമുക്ക് കുറെ വെറൈറ്റി ആനിമലിനെ കാണാം ഗൈസ്. അവിടെയാണ് ടീറക്സിന്റെ മാളം ഗൈസ്. അവിടെ ടീറക്സിന്റെ മാളം 17 ദിവസമാണ് ഗൈസ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. ഇവിടെയുള്ള ഓരോ ജീവികളെയും നമ്മൾ പിടിക്കണം. ഓരോത്തിനെ പിടിക്കുന്തോറും ആ ശരീരം നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാവും ഗൈസ്. ടീറക്സിനെ പിടിക്കാനാണ് ഗൈസ് ഏറ്റവും പാട് ഗൈസ്. ടീറക്സിനെ പിടിക്കണമെങ്കിൽ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യണം ഗൈസ്. അപ്പം ഞാനത് പഠിക്കുന്നേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് തന്നെ കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റും. നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ട് കയറി ചൊറിയും ഗൈസ്. നമ്മൾ എന്തിനെ കിട്ടിയാലും അങ്ങോട്ട് കയറി ചൊറിയും ഗൈസ്. അങ്ങോട്ട് കയറി നമ്മൾ ചൊറിഞ്ഞിട്ട് നമുക്കൊരു സുഖമില്ല ഗൈസ്. അതിനെ ഇതുപോലെ ഇട്ടങ്ങ് ചുറ്റിക്കണം ഗൈസ്. 5-6 വട്ടം ഇട്ടങ്ങ് ചുറ്റിക്കുമ്പോഴത്തേന് അതിൻ്റെ തോക്കടാൻ കഴിയും ഗൈസ്. അയ്യോ ഗൈസ്, ജസ്റ്റ് മിസ് ഗൈസ്. ഓ ഗൈസ്, അങ്ങനെയൊന്നും എനിക്ക് ഞങ്ങളെ കൈ കിട്ടത്തില്ല. അയ്യോ ഗൈസ്, പെട്ട് സ്പീഡില്ല. എങ്ങനെയും കരക്ക് കയറിയിട്ട് വേണം ഓടാൻ. അനത്തി വിട്ടോ ഗൈസ്. നമ്മളങ്ങനെ ഓ ഗൈസ്, ജസ്റ്റ് മിസ് ഗൈസ്. ഗൈസ്, ഇത് നമ്മളെ വിടുന്ന ലക്ഷണമില്ല ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ കയ്യിൽ നിന്ന് ഓടിയേ പറ്റൂ. എങ്ങനെയെങ്കിലും ഇതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം ഗൈസ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരു തീരുമാനമാവും ഗൈസ്. നമ്മൾ ഒരു വട്ടം ചത്തു ഗൈസ്. എപ്പോഴും ചാവുണ്ടാകുന്ന കരുതിയാണ് ഗൈസ് നമ്മൾ ചുമ്മാ അടങ്ങിയിരിക്കുന്നത്. അടങ്ങിയിരിക്കാനും നമ്മളെ കൊണ്ട് കഴിയത്തില്ല ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ചൊറിഞ്ഞത്. ഇതിപ്പോൾ 8ന്റെ അല്ല 16ന്റെ പണിയായിപ്പോയി ഗൈസ്. ഇവിടെ വെച്ചൊരു വിറ്റുണ്ട് ഗൈസ്. ചാടി പിടിക്കാൻ നോക്കിയാലും നടക്കത്തില്ല. 8ന്റെ അടിയായി. തലയും പൊക്കി നടക്കുക. ടീറക്സ് നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞ അറയും ഗൈസ്. ഇതിലെ ടീറക്സിന് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. നമ്മൾ അതിനെ ഒരു വട്ടം അതിനെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ വിടത്തില്ല ഗൈസ്. നമ്മളെ പുറകെ തന്നെ കാണും. ടീറക്സിന് മാത്രമുള്ള ആ പ്രത്യേകത നമ്മുടെ പുറകെ തന്നെ ഇട്ടോടിക്കും. ഇവിടെ വെച്ച് ഞാൻ ഒരു കാര്യം കാണിക്കും ഗൈസ്. ഒന്നുമില്ല, നൈസ് പരിപാടി. അതിനെ പിടിച്ചാൽ തിന്നട്ടത്. എന്നാലും എന്നെ വിടുന്ന ലക്ഷണമില്ല ഗൈസ്. നമ്മുടെ ചുള്ളനെ വിടുന്ന ലക്ഷണമില്ല ഗൈസ്. നമ്മളാണ് അറിഞ്ഞോടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് കരുതി. ഇത് നമ്മളെ വിടുമെന്ന് തോന്നുന്നില്ല ഗൈസ്. നമ്മൾ എത്ര ശ്രമിച്ചിട്ട് ഇവൻ്റെ രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. അവൻ്റെ എങ്ങനെ ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ അവൻ്റെ രക്ഷപ്പെട്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അവൻ എന്തായാലും വേറെ വഴിക്ക് പോയിട്ടുണ്ട്. അവൻ തോണ്ട അവിടെ നിന്ന് വേറെ ആരാ അറിയുന്നു. നമുക്ക് ആ സമയം കൊണ്ട് മുങ്ങാൻ ഗൈസ്. അപ്പോൾ ഗൈസ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തത് ലൈക്ക് ചെയ്യുക ഗൈസ്. കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊണ്ട് പറ്റുന്ന അത്രയും ചെയ്യുക ഗൈസ്. ഷെയർ ചെയ്യാൻ മറക്കല്ല ഗൈസ്. ഗൈസ്, പണി കിട്ടി. പിന്നെ നമുക്ക് നിസ്സാര കാര്യമില്ല. അതിൻ്റെ ഒറ്റ ഇടിക്ക് നമ്മൾ ചാവും ഗൈസ്. അതാണ് മെയിൻ കുഴപ്പം. ആണ്ടോ ഗൈസ്, ഫുട്ബോൾ കളിക്കുന്നുണ്ടോ ഗൈസ്? ചാടി ഫുട്ബോൾ കളിക്കുന്നുണ്ടോ? നമ്മൾ തീർന്നു ഗൈസ്. ഡേഡ് നമ്മളെ തീരുമാനമായി ഗൈസ്. ഇപ്പൊ 2-3 വട്ടം കണ്ട ഗൈസ് നമ്മളെ അടിച്ച് തറയിടുന്നു. നാളെ കുറച്ച് മുമ്പ് ഇതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും കഴിക്കാം. അതിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. അതിൻ്റെ അകത്ത് അവയവമൊന്നും കാണുന്നില്ല. നമ്മുടെ വയറ് അറിഞ്ഞിട്ട് വേണം അതിനൊരു അടി കൊടുത്തിട്ട് ഓടാൻ. ടീറക്സ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല ഗൈസ്. ഇത് കളിക്കുമ്പോൾ നമുക്ക് ബോറടിയില്ല ഗൈസ്. ഒരു തുള്ളി ബോറില്ല. നമുക്ക് നൈസായിട്ട് കളിച്ചു പോവാം. ഇതിനകത്ത് എനിക്ക് 38 GB കൂടെ പിടിക്കാനുണ്ട് ഗൈസ്. അതിനെ കൂടെ പിടിച്ചിട്ട് വേണം എനിക്ക് ഈ കളി നിർത്താൻ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങളൊന്ന് പറയണം ഗൈസ്. കമൻറ്റ് ചെയ്താൽ മാത്രം നമ്മൾ വീഡിയോ എടുത്തോളൂ ഗൈസ്. ഇനി 10 കമൻറ്റെങ്കിലും മിനിമം ഇടണേ ഗൈസ്.
നമ്മുടെ ഒരു കൊച്ചു ചാനലാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിങ്ങളടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് വരാം. അതാണ്ട് ഗൈസ് ആ സാധനത്തിനെ പൊക്കിയാലോ നമ്മൾ ആലോചിക്കുക. ഉറങ്ങി സെറ്റായി കഴിഞ്ഞാൽ എണ്ണിച്ചിട്ട് കാര്യമുള്ളൂ. ആ ഗൈസ് അവൻ എങ്ങനെയും പൊക്കണം ഗൈസ്. ഇതിനകത്ത് ഇച്ചിരി റിസ്ക് ആണ് ഗൈസ്. നമുക്കിനി സെറ്റിങ്സ് കുറെ പണിയുണ്ട് ഗൈസ്. ആ ബട്ടനൊക്കെ ഒന്ന് സൈഡിലോട്ട് ആക്കണം. നമുക്ക് കയ്യില് നിക്കത്തില്ല, ഇച്ചിരി റിസ്ക് ഉണ്ട് ഗൈസ്. അപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഗൈസ്, രാത്രി ആയിട്ടുണ്ട്. അതിന് എങ്ങനെയല്ലോ ഒരു അടിയെങ്കിലും അടിച്ചിട്ട് ഓടണം. ആ ഗൈസ് കൊടുത്തു. അയ്യോ ഗൈസ് പണി കിട്ടി. നമ്മളായിട്ട് അറിയുന്നു ഗൈസ്. ഉമ്മാര് നമ്മളായിട്ട് അറിയുന്നു ഗൈസ്. കിട്ടി. ഉമ്മാര് നമ്മളെ ഇന്ന് വിടുമെന്ന് തോന്നില്ല ഗൈസ്. പിന്നാലെ തന്നെ വെച്ച് പിടിക്കുവാണ് ഗൈസ്. ഇവനൊക്കെ സമ്മതിക്കണം. ഇതിനകത്ത് നമുക്ക് ടീമായിട്ടും കളിക്കാൻ പറ്റും ഗൈസ്. തീർന്നു ഗൈസ്. അടിച്ച് കീറി ഗൈസ്. നമുക്കുള്ളത് തന്നു വിട്ട് ഗൈസ്. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. അടുത്ത ജമ്മ ഇറങ്ങും ഗൈസ് നമ്മള്. അപ്പൊ അതാ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. ചടപടച്ചു ഗൈസ്. അത് നമ്മൾ ചുമ്മാ ഡയലോഗ് ഇട്ടാണ് ഗൈസ്. അപ്പൊ നമുക്ക് കളിയിലേക്ക് വരാം. നമ്മുടെ ചുള്ളന്മാരെ ഒന്നും കാണുന്നില്ലല്ലോ. ആഹാ തോണ്ട മേളില് അങ്ങോട്ട് ചെന്നാൽ ഇഷ്ടം പോലെ അടി കിട്ടും. അതുകൊണ്ട് അങ്ങോട്ട് എന്ന് കയറുന്ന പരിപാടിയേ വേണ്ട. താഴെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇനിയും കുറെ ആ മാപ്പിൽ നിറച്ച് ഇതുപോലത്തെ ആനിമൽസ് ആണ് ഗൈസ്. പൊക്കണം, ഓരോരുത്തനായിട്ട് പൊക്കണം. ടീറക്സിനെ നമുക്ക് ടീറക്സിനെ ആക്കാൻ പറ്റും ഗൈസ്. നമുക്ക് ടീറക്സ് ആവാൻ പറ്റും. പക്ഷെ അതിപ്പം പറ്റത്തില്ല. നമുക്ക് അതിന് കുറെ ഇതിനെ കൊല്ലണം ഗൈസ്. ഒരു ടീറക്സിനെ കൊല്ലണമെങ്കിൽ നമുക്ക് മറ്റൊരു ടീറക്സ് ആവാതെ പറ്റത്തില്ല ഗൈസ്. ആ ഗൈസ് വന്ന് ആ തീർത്ത്. ഇല്ല നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല ഗൈസ്. ഇവിടുന്ന് എങ്ങനെയും മുക്കണം ഗൈസ്. മറ്റേ നമ്മുടെ പുറകെ തന്നെ വെച്ച് പിടിക്കുകയാണ് ഗൈസ്. അവന്റെ രക്ഷപ്പെടണം. നമ്മളെ വിട്ടൊന്ന് ഉറങ്ങി. ചിലപ്പോ നമ്മളെ പൊക്കും ഗൈസ്. ഇതെന്തുവാന്ന് നിങ്ങൾക്ക് അറിയാം ഗൈസ്? എനിക്കറിയത്തില്ല ഇതെന്തോ ജീവിയാണ്. കണ്ടിട്ട് ടീറക്സിന്റെ കൂട്ടൊക്കെ ചെറിയൊരു ഇതുണ്ട് ഗൈസ്. മുതലയുടെ തലയും പട്ടിയുടെ വാലും കൊള്ളാം എന്തായാലും. വിളിച്ചിരുന്ന് അടിക്കുന്ന നടക്കത്തില്ല. എൻ്റെ അമ്മയെ തീർന്ന്. അടുത്ത നമ്മൾ ഇറങ്ങി. ഒട്ടും ലൈഫില്ല. ലൈഫാക്കട്ടെ. ഇച്ചിരി വെള്ളം കുടിക്കണം. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. വെള്ളത്തിൽ മുങ്ങി കിടക്കണം. വയറ് നിറഞ്ഞു ഗൈസ്. പൊളിയാണ് ഈ ഗെയിം. സത്യത്തിൽ കിഡിലൻ ഗെയിമാണ് ഗൈസ്. വേറെ ലെവല് തന്നെ, ഒന്നും പറയില്ല മോനെ. കിഡിലൻ ഗെയിം. ഗൈസ് നിങ്ങൾക്ക് അമ്മയാണോ ഏറ്റവും ഇഷ്ടം, അച്ഛനാണോ ഏറ്റവും ഇഷ്ടം? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ഗൈസ്. സൂര്യൻ വരെ ഉണ്ട് ഗൈസ്. ഇനി ചന്ദ്രൻ എവിടെ കിടക്കുവാണോ അയ്യോ നമുക്കറിയില്ല. ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് വരാം. എല്ലാം നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ഇല്ലേ ഗൈസ്? നിങ്ങൾക്ക് ഈ ഗെയിമിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഗൈസ്. നമ്മൾ ഉറപ്പായിട്ട് വിട്ടു തരുന്നതാണ്. ലിങ്ക് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ മതി ഗൈസ്. ഗൈസ് ഒരെണ്ണത്തിന് നമ്മൾ തീർത്ത്. അതിന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്.
അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. നമ്മുടെ വയറൊന്ന് ഇറക്കട്ടെ. ഇത് കിടിലൻ ഗെയിമാണ് ഗൈസ്. ആർക്കെങ്കിലും എൻ്റെ കൂടെ ടീമായിട്ട് കളിക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഗൈസ്. നമുക്ക് ഒരുമിച്ച് കളിക്കാം. കിടിലൻ ഗെയിമാ. പക്ക ഒറിജിനാലിറ്റി ഗൈസ്. പക്ക ഒറിജിനാലിറ്റി. കിടിലൻ ഗെയിമാണ് ഗൈസ്. ഒന്നും പറയില്ല ഗൈസ്. അപ്പോൾ ഈ വീഡിയോയുടെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഗൈസ്. പാർട്ട് 2 വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി പിന്നെ കാണാം. ബൈ ബൈ.